Illustration number 5. Mrs. X, Y, and Z, who were in partnership sharing profits and losses in the ratio of 2:2:1 respectively, had the following balance sheet as at 31st December 2011. So, നമുക്ക് balance sheet തന്നിട്ടുണ്ട്. The firm was dissolved on the date mentioned above due to continued losses. After drawing up the balance sheet given above, it was discovered that goods amounting to 4,000 have been purchased in November 2011 and had been received, but the purchase was not recorded in the books. So, ഇവിടെ എന്താ പറയുന്നത്, പർച്ചേസസ് 4,000 വരുന്ന പർച്ചേസസ് റിസീവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദർ ഇസ് ഒമിഷൻ. Fixed assets realized, stock, good debts, creditors allowed discount, expenses 1,080. X agreed to take over the loan of Mrs. X. Y is insolvent and his estate is unable to contribute anything. So Y ആണ് ഇവിടെ ഇൻസോൾവെൻ്റ് ആകുന്നത്. ഓക്കെ, Y ആണ് ഇൻസോൾവെൻ്റ് ആകുന്നത് and his estate is unable to contribute anything. Give accounts to close the books, work according to the decision in Garner versus Murray. So ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? ലാസ്റ്റ് ഇയർ എൻട്രീസ്, റെക്ടിഫിക്കേഷൻ ഇൻ കറണ്ട് ഇയർ. ഓക്കെ, നമ്മൾ റെക്ടിഫിക്കേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ അവിടെ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് ആഫ്റ്റർ റെക്ടിഫിക്കേഷനും ആഫ്റ്റർ ഡിസൊല്യൂഷനുമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ, അതായത് ഈ പർച്ചേസസ് 4,000 വരുന്നുണ്ട്, അത് ഈ ക്യാപിറ്റലിൽ നിന്ന് റെഡ്യൂസ് ആവും. പർച്ചേസസ് നടക്കുമ്പോൾ ഉള്ള ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. ഇവിടെ പർച്ചേസസ് എന്ന് പറയുന്നത് ഓൾറെഡി ക്ലോസ് ആണ്. ഓക്കെ, പക്ഷേ ക്രെഡിറ്റേഴ്സിൽ ഇഫക്റ്റ് വന്നിട്ടില്ല. സോ നമ്മുടെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് എന്നാണ് വരുന്നത്. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും ഈ 4,000 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അത് മൈനസ് ചെയ്യണം ക്യാപിറ്റലിൽ നിന്ന്. ഓക്കെ, എന്നാൽ മാത്രമേ കറക്റ്റ് ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ നമുക്ക് കിട്ടുള്ളൂ, ഗാർണർ വേഴ്സസ് മുറി അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിൽ നിന്നും, ഓക്കെ, ക്രെഡിറ്റേഴ്സിൽ നിന്നും 25,000 ക്രെഡിറ്റേഴ്സ് കൂടെ 4,000 ആഡ് ചെയ്യണം. സോ ജേർണൽ എൻട്രി എന്താണ്? നോർമൽ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. ഇവിടെ പർച്ചേസസ് എന്ന് പറയുന്നത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്, അതായത് ഇറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സിൽ ഇഫക്റ്റ് വരുത്തിയിട്ടില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും XYZ നിന്നും 4,000 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് മൈനസ് ചെയ്യണം. അതേപോലെ തന്നെ ട്രേഡ് ക്രെഡിറ്റേഴ്സിൽ 4,000 കൂട്ടണം. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? അസറ്റ്സും ലയബിലിറ്റീസും ക്ലോസ് ചെയ്യാം. സോ ഫിക്സഡ് അസറ്റ്, സ്റ്റോക്ക്, ബുക്ക് ഡെറ്റ്, ഇത് മൂന്നും എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ദെൻ അസറ്റ്സ് ലോൺ സെക്കൻഡ് പാർട്ടി ലയബിലിറ്റിയാണ്. സെക്കൻഡ് പാർട്ടി ലയബിലിറ്റി എന്ന് പറയുമ്പോൾ പാർട്ട്ണറിൻ്റെ ലയബിലിറ്റിയാണ് സെക്കൻഡ് പാർട്ടി ലയബിലിറ്റി. സോ ഒരു പാർട്ട്ണറിൻ്റെ ലയബിലിറ്റിയാണ് സെക്കൻഡ് പാർട്ടി ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കില്ല. ദെൻ ലോൺ ഫ്രം മിസ്സസ് എക്സ് പാർട്ട്ണറാണോ? അല്ല, അത് തേർഡ് പാർട്ടി ലയബിലിറ്റിയാണ്. സോ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കണം. ലോൺ ഫ്രം മിസ്സസ് എക്സ് 10,000. ദെൻ സൺട്രി ട്രേഡ് ക്രെഡിറ്റേഴ്സും തേർഡ് പാർട്ടി ലയബിലിറ്റിയാണ്. സോ 25,000 പ്ലസ് 4,000 ആഫ്റ്റർ റെക്ടിഫിക്കേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും. സോ 25,000 പ്ലസ് 4,000 29,000 ആണ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടത്. ആഫ്റ്റർ റെക്ടിഫിക്കേഷനാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? റിയലൈസ് ചെയ്ത എമൗണ്ട് എഴുതാം. സോ ബൈ ബാങ്ക് എന്നും പറഞ്ഞു. ഫിക്സഡ് അസറ്റ്സ് 20,000, സ്റ്റോക്ക് 21,000, then book debts 2,500. Similarly, creditors allowed a discount of 2% on the average. So total creditors എന്ന് പറയുന്നത് 29,000 ആണ്. 29,000 creditors 2% ഡിസ്കൗണ്ടിൽ പേ ചെയ്തു. സോ 29,000 മൈനസ് 2% എന്ന് പറയുമ്പോൾ 28,420 പേ ചെയ്തു. Then next expenses came to 1,080. So bank എന്നും പറഞ്ഞ് expense 1,080. Then X agreed to take over the loan of Mrs. X. So Mrs. Xൻ്റെ ലോൺ X ടേക്ക് ഓവർ ചെയ്തു. സോ Mrs. Xൻ്റെ ലോൺ എത്രയാണ്? 10,000. സോ 2X ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ലോൺ ടേക്കൺ 10,000 കൊടുക്കുക. ദെൻ
വൈ ഇസ് ഇൻസോൾവെൻറ്റ് ആൻഡ് ഹിസ് എസ്റ്റേറ്റ്. സോ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് കണ്ടുപിടിക്കുക. ബാലൻസ് നമുക്ക് 24 കിട്ടും, 24,000 കിട്ടും. അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ റിയലൈസേഷൻ ലോസ് ആണ് വരുന്നത്. അടുത്തത് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ഈ റെക്ടിഫിക്കേഷനുള്ള പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ റെക്ടിഫിക്കേഷനും ആഫ്റ്റർ ഡിസൊല്യൂഷനും എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം നമുക്ക്, എന്നാലേ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. സോ ആദ്യം തന്നെ ബാലൻസ് ബ്രോട്ട് ഡൗൺ എഴുതാം. XYZ ബാലൻസ് ബ്രോട്ട് ഡൗൺ XYZ എന്ന് എഴുതാം. ദെൻ ക്രെഡിറ്റേഴ്സ് ജേണൽ എൻട്രി എന്താ പറഞ്ഞത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്, അതാണ് റെക്ടിഫിക്കേഷൻ എൻട്രി. സോ എത്രയാണ്? 4,000 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 1,600, 800 വരും. അതാണ് ക്രെഡിറ്റേഴ്സ്. ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. പർച്ചേസ് ഒമിറ്റഡ്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ 27,600, 9,200 ആൻഡ് 9,200 കിട്ടും. ഇതാണ് അവരുടെ ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ, അതായത് 3:1 ആണ് ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ. ഇനി ഇവിടെ ക്രെഡിറ്റേഴ്സ് എടുക്കാതെയാണ് ചെയ്തതെങ്കിൽ ഇതായിരിക്കും വരുന്നത്. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. സോ നമ്മൾ ക്യാപിറ്റൽ ബാലൻസിൽ നിന്നും ക്രെഡിറ്റേഴ്സ് മൈനസ് ചെയ്തിട്ടുള്ള ബാലൻസ് എമൗണ്ടാണ് ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ ആയിട്ട് എടുക്കേണ്ടത് ഗാർണർ വേഴ്സസ് മുറി അപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ ആഫ്റ്റർ ഡിസൊല്യൂഷൻ എടുക്കാം. ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ അഡ്വാൻസ് ടു വൈ ഉണ്ട്. അഡ്വാൻസ് ടു വൈ എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ, അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ ആയിട്ട് എഴുതാം 4,000. അഡ്വാൻസ് ടു വൈ ആണ് വൈയുടെ കോളത്തിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നും പറഞ്ഞ് 4,000 എഴുതാം. ദെൻ റിയലൈസേഷൻ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. 9,600, 4,800, 9,600, 4,800. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈ ആണ് ഇൻസോൾവെൻ്റ് ആവുന്നത്. സോ XYZൽ വൈ ഇൻസോൾവെൻ്റ് ആകുമ്പോൾ എക്സും സെഡും ക്യാഷായിട്ട് അവരുടെ റിയലൈസേഷൻ ലോസ് ബ്രിങ് ചെയ്യണം. സോ ബാങ്ക് എന്നും പറഞ്ഞ് എക്സും വൈയും റിയലൈസേഷൻ ലോസ് കൊണ്ടുവരണം. ദെൻ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ക്യാപിറ്റൽ 10,000. സോ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ക്യാപിറ്റൽ 10,000. ദെൻ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ആരാണ് ഇൻസോൾവെൻ്റ് ആവുന്നത്? വൈ ആണ് ഇൻസോൾവെൻ്റ് ആവുന്നത്. സോ വൈയുടെ ബാലൻസ് എയും എക്സും സെഡും കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ വൈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. സോ 4,000 പ്ലസ് 9,600 മൈനസ് 9,200. സോ ബാലൻസ് വരുന്നത് 4,400 ആണ്. അത് എക്സും സെഡും തമ്മിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ എക്സ് ആൻഡ് സെഡ്സ് അക്കൗണ്ട് എന്നും പറഞ്ഞ് വൈയുടെ കോളത്തിൽ 4,400 കാണിക്കാം. ആൻഡ് അത് എക്സിൻ്റെയും സെഡിൻ്റെയും കോളത്തിൽ എന്ത് ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ എക്സ് ആൻഡ് സെഡ് എത്രയാണ്? ക്യാപിറ്റൽ ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. എക്സും സെഡും തമ്മിലപ്പോൾ 3:1 ആണ്. സോ 4,400 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3,300 എക്സും 1,100 സെഡും കൊണ്ടുവരണം. ക്ലിയർ? ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. നെക്സ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ബാലൻസ് ബ്രോട്ട് ഡൗൺ ബാലൻസ് ഷീറ്റിൽ നിന്ന് എഴുതുക. റിയലൈസേഷൻ കറസ്പോണ്ടിങ് എൻട്രി കൊടുക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഇതും കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇസഡ്സ് ലോൺ ഉണ്ട്. ഇസഡ്സ് ലോൺ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടി ലയബിലിറ്റിയാണ്. അത് പേ ഓഫ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ക്യാഷ് അക്കൗണ്ടിൽ ഇസഡ്സ് ലോൺ ജേണൽ എൻട്രി വിൽ ബി ഇസഡ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇസഡ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 5,000. സോ അക്കൗണ്ട് ടാലി ആകും.